ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യം പ്രോട്ടോ എവങ്കേലിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സുവിശേഷമെന്നാണ് പറയുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു സാധ്യത. മറിയം എന്തുകൊണ്ട് അമലോത്ഭവയാണ്? അതായത് സർപ്പത്തോട് പറയും, നീയും സ്ത്രീയും തമ്മിലും സർപ്പമാണ് നീ. സ്ത്രീ യഥാർത്ഥത്തിൽ പറുദീസയിലെ ഹവ്വയാണ്. പക്ഷെ മരിയ ശാസ്ത്രജ്ഞർ അവർ ഈ സ്ത്രീയെ പരിശുദ്ധ മറിയത്തോട് കമ്പയർ ചെയ്യുന്നുണ്ട്. നീയും പരിശുദ്ധ മറിയവും തമ്മിലും നിൻ്റെ സന്തതി, പിശാചിൻ്റെ സന്തതി ആരാ? പിശാച്. മറിയത്തിൻ്റെ സന്തതി ആരാ? ഈശോ മിശിഹ. അപ്പോൾ നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. സർപ്പത്തോട് പറയുന്ന കാര്യമാണ്. സർപ്പത്തോട് നീയും സ്ത്രീയും തമ്മിൽ. ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ത്രീ പറുദീസയിലെ ഹവ്വയാണെങ്കിലും മരിയ ശാസ്ത്ര പണ്ഡിതന്മാർ ഇവിടെ ഒരു മരിയോളജി, മാതാവിൻ്റെ സാന്നിധ്യത്തെ ഇവിടെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. നീയും സ്ത്രീയും തമ്മിലും, അതായത് സർപ്പത്തോട് പറയാണ്, സർപ്പവും പരിശുദ്ധ മറിയവും തമ്മിലും, നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ. സർപ്പത്തിൻ്റെ സന്തതി സർപ്പം തന്നെ. അവളുടെ സന്തതി ആരാ? ഈശോ മിശിഹ. അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. നീയും സ്ത്രീയും തമ്മിലും, നീയും പരിശുദ്ധ മറിയവും തമ്മിലും, പിശാച് നീയും പരിശുദ്ധ മറിയവും തമ്മിലും, പിശാചിന്റെ സന്തതിയും പരിശുദ്ധ മറിയത്തിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മെൽ ഗിബ്സന്റെ ഫിലിം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അതിൽ ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഒരു സർപ്പം ഇഴഞ്ഞു വരും. ഈശോ എഴുന്നേറ്റ ഉടനെ ഒറ്റയടിക്ക് ചവിട്ടിക്കൊന്നു കളയും. അവൻ നിന്റെ തല തകർക്കും. അത് പ്രതീകാത്മകമായിട്ട് ദൈവശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കി ആ ഫിലിം ചിത്രീകരിച്ച മെൽ ഗിബ്സൺ ആ ഒരു ദൈവശാസ്ത്രം തൻ്റെ സിനിമയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവൻ നിന്റെ തല തകർക്കും. പിശാചിൻ്റെ തല ഈശോ തകർക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിശാച് ഈശോയുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അത് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഹിൻ്റാണത്. ഒരു മുന്നേ പറയുന്നൊരു കാര്യമാണ്. അവൻ നിന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും, ആണി കൊണ്ട് തറയ്ക്കും.